ഞാനിപ്പം തായ്ലൻഡിലെ പട്ടായയിലാണ്. സഹയാത്രികയോടൊപ്പം ഞാൻ വന്നു. തൃശ്ശൂർ ടീം, ഞങ്ങളുടെ ടീമുകളാണ് ബാക്കിൽ പോകുന്നത്. പട്ടായയിലെ ഒരു ബൊട്ടാണിക്കൽ ഗാർഡനകം ഞാൻ പറഞ്ഞല്ലോ, എന്ത് മനോഹരമായി ജുറാസിക് ഈറ അവർ റീക്രിയേറ്റ് ചെയ്തിരിക്കുന്നു എന്ന് പറയാം. എൻ്റെ പിന്നിൽ കാണുന്നത് വളരെ മനോഹരമായ ബൊട്ടാണിക്കൽ ഗാർഡനും അതിലവരെ കൺസ്ട്രക്റ്റ് ചെയ്തിരിക്കുന്ന ദിനോസാറുകളാണ്. എൻ്റെ ശബ്ദം കേൾക്കാം. ധാരാളം രാജ്യങ്ങളിൽ നിന്ന് ടീമുകൾ എത്തുന്നുണ്ട്. ചൈന തായ്ലൻഡിനെ പിടിക്കാൻ കണ്ണ് വെച്ചത് തന്നെ ഇവിടെ നല്ല ടൂറിസ്റ്റ് ബിസിനസ്സാണ്. പണം ഇറക്കി തന്നെയാണ് അവർ പണം പിടിക്കുന്നത്. അത്ര ഗംഭീരമായിട്ട് ഓരോന്നും സ്ട്രക്ചർ ചെയ്ത് നമ്മൾ കണ്ടുപിടിക്കണം. അതിനേക്കാൾ ഉപരി ഇതിൻ്റെ നീറ്റ്നെസ് എന്ന് പറയുന്നത് പറയാതിരിക്കാൻ വയ്യ. ഓരോ സ്ഥലവും വളരെയധികം നീറ്റായിട്ടാണ് അവർ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ഐ സല്യൂട്ട് തായ്ലൻഡ്. ബൊട്ടാണിക് ഗാർഡനകത്ത് ഒരു വാഹനത്തിൽ ഞങ്ങൾ സഞ്ചരിക്കുകയാണ്. ഞങ്ങൾ ടീമെല്ലാം ഉണ്ട്. കറങ്ങിപ്പോയിട്ടൊക്കെ ഹായ്, എല്ലാവരും ഹായ് പറയൂ. ഇവിടെ വന്നപ്പോൾ നമ്മുടെ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ കിട്ടി. നിങ്ങളോടൊപ്പം സഹയാത്രിക ടൂറിസ്റ്റിനോടൊപ്പം വന്നിട്ടുള്ള എല്ലാവർക്കും ഞങ്ങളെല്ലാം ഒന്നുകൂടി താങ്ക്സ് പറയുന്നു. ഹായ്, കാണുന്നുണ്ട്. ഗോപിയുടെ വക ഒരു സ്പോൺസറാണ് എനിക്കിങ്ങനെ ഒരു അവസരം കിട്ടിയത്. താങ്ക് യു. നമ്മൾ തായ്ലൻഡിലെ ബൊട്ടാണിക്കൽ ഗാർഡനകത്തൂടെ ഒരു റൈഡ് നടത്തുകയാണ്. നമുക്ക് നടന്നു പോയി കണ്ടു തീർക്കാൻ പറ്റത്തില്ല. ഒരു ദിവസം മുഴുവൻ നടന്നാൽ പോലും തീരാത്തത്ര ഏരിയയാണ് തായ്ലൻഡിലെ ബൊട്ടാണിക്കൽ ഗാർഡൻ. ഡെവലപ്മെൻറ്റ്സും വീണ്ടും നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളൊരു ജുറാസിക് പാർക്കിനകത്തൂടെ പോകുന്നൊരു ഫീലാണ്. കാരണം ജിംനോസ്പാം പ്ലാന്റ്സും ബൊട്ടാണിക്കൽ ഗാർഡൻ, ജിംനോസ്പാം പ്ലാന്റ്സും ടെറിഡോഫൈറ്റ്സും എല്ലാം ആ ജുറാസിക് ഇറയിലുണ്ടായിരുന്ന ആ മരങ്ങളെ മിക്കതും, എല്ലാം ഇല്ലെങ്കിലും മിക്കതും ഇതിനകത്ത് നട്ടു വളർത്തിയിട്ടുണ്ട്. അതിൻ്റെ സ്റ്റാച്യൂസുണ്ട്. രണ്ടു വശം താഴെ പോയി. ക്യാക്ടസിൻ്റെ ഒരു വെറൈറ്റി, എത്രയോ വെറൈറ്റി ക്യാക്ടസിലൂടെ കാണാം. ബോൺസായി ജീവിതത്തിൽ മരങ്ങൾ, ഫൈക്കസുകളുടെ കുറേ എല്ലാം ബോൺസായി. ഇതിഥിയെല്ലാം മറന്നു കേട്ടോ. കംപ്ലീറ്റ് പതിയും പോട്ടേക്ക് വേറൊരു ലോകത്തിലായതുകൊണ്ട്.
ഒരു ദിവസം കൊണ്ട് നടന്ന് മുഴുവൻ കാണാൻ പറ്റത്തില്ല. ബോൺസായി 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 27 വർഷം മുമ്പ് ഞാൻ ശങ്കര കോളേജിൽ പ്രീ ഡിഗ്രിക്ക് പഠിപ്പിച്ച എൻ്റെ ഒരു പ്രിയ ശിഷ്യയും ഭർത്താവും ഉണ്ട് ഇത് അല്ലേ? പേര് പറയൂ. ജിഷ. ജിഷ അല്ലേ? എന്തായിരുന്നു എന്നെ കുറിച്ചുള്ള അഭിപ്രായം കോളേജിൽ? തുറന്ന് പറയൂ. എന്താ ഞങ്ങളുടെ എല്ലാവരുടെ ആര്? എൻ്റെ കോളേജിലെ എല്ലാ സ്റ്റുഡൻസും മെജോറിറ്റി നല്ല ലവബിളും വളരെ മിടുക്കരും ഒക്കെ ആയിരുന്നു. ഇപ്പോൾ ഭാഗ്യവശാൽ ഈ ഒരു ട്രിപ്പിൽ അദ്ദേഹത്തിൻ്റെ ഹസ്ബൻഡും ഉണ്ട്. സാറേ പേരെന്താണ്? ജിഷയുടെ ഹസ്ബൻഡ് അനിൽകുമാർ. ഓക്കെ, നന്നായിരിക്കട്ടെ. ഒരു 100 വർഷക്കാലം രണ്ടുപേരും അടിപൊളിയായിട്ട് ജീവിച്ചിരിക്കട്ടെ. നന്നായിരിക്കട്ടെ. അങ്ങനെ എൻ്റെ ഒരു പഴയ ശിഷ്യത്തെ കുടുംബത്തെയൊക്കെ ഇപ്പം ഇന്ന് കാണാൻ പറ്റും. തായ്ലൻഡിലെ ബൊട്ടാണിക്കൽ ഗാർഡനിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. പ്രത്യേകിച്ച് പട്ടയ എന്ന് പറയുമ്പോൾ ഉടനെ നമ്മൾ വേറെ പല പല ചിന്തകളിൽ പോകും. അല്ല, പട്ടയയിൽ ഒരുപാട് നല്ല സ്ഥലങ്ങളുണ്ട്. നല്ല ഇതുപോലെയുള്ള ബൊട്ടാണിക്കൽ ഗാർഡനുണ്ട്, നല്ല കൾച്ചറൽ സെൻറ്റേഴ്സുണ്ട്, കൾച്ചറൽ പ്രോഗ്രാംസ് ഉണ്ട്, പിന്നെ മറ്റു പലർക്കും വേണ്ട എല്ലാ സംഗതികളും ചെറുതും വലുതും ആയിട്ടുള്ള എല്ലാ ആഘോഷങ്ങളും ഇവിടെ ഉണ്ടാകും, ഇവിടെ ഉണ്ട്. ഇതുകൊണ്ടാണ് ചൈന തായ്ലൻഡിനെ ഒന്ന് കണ്ണു വെച്ചത്. തായ്ലൻഡ് സെക്സ് ടൂറിസം നന്നായി പ്രൊമോട്ട് ചെയ്യുന്ന ഒരു രാജ്യമാണ്. പക്ഷേ നിയമം സ്ട്രോങ് ആണ്. 11 മണി കഴിഞ്ഞാൽ പല കടകളും ഇല്ല. പോലീസുകാരെ കാണാൻ പോലും ഇല്ല പലപ്പോഴും. കാരണം നിയമം അവർ ബ്രേക്ക് ചെയ്യാറില്ല. എല്ലാവരും നിയമം അനുസരിക്കുന്നവരായതുകൊണ്ട് തന്നെ ഞാൻ പോലീസുകാരെയും നമ്മുടെ നാട്ടിലെ പോലെ പോലീസ് സ്റ്റേഷനുകളുടെ പേരുകളും ഒത്തിരി പോലീസുകാരെയും യൂണിഫോം കാണാൻ ശ്രമിച്ചു. പക്ഷേ 3 ദിവസമായിട്ട് എനിക്ക് പോലീസിനെയോ പോലീസ് സ്റ്റേഷനുകളെയോ കാണാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഒരു സത്യം. കാക്ടസിൻ്റെ അടുത്ത ടൈപ്പ് അടിപൊളി. നമ്മളുടെ ക്യാബേജ് തോട്ടം പോലെയാണ് കാക്ടസിൻ്റെ ബൊട്ടാണിക്കൽ ഗാർഡനകത്ത് കാക്ടസ് തൈകൾ. ചെറുതും വലുതുമായിട്ടെല്ലാം ഉണ്ട്. ണ്ടോ പണി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. പാറക്കെട്ടുകൾ ഉണ്ടാക്കി അതിൻ്റെ ഇടയിൽ കാക്ടസ് നട്ടുപിടിപ്പിക്കുന്നുണ്ട്. പുതിയത് പിന്നെ പിടിപ്പിച്ച് അത്രയും ലേബർ ആടുപോലെ പണി ചെയ്ത് അതൊക്കെ ഗംഭീരമാക്കും. നീറ്റ്നെസ് എന്ന് പറഞ്ഞാൽ നമ്പർ 1 തായ്ലൻഡ് എന്ന് പറയുമ്പോൾ നമുക്ക് പലതും തോന്നിയാലും വൃത്തിയുടെ കാര്യത്തിൽ നമ്പർ 1 ഫീൽ ചെയ്യുന്നു. എങ്ങും ഒരു ഇല പോലും ഇല്ല കേട്ടോ. ഇത്രയും ബൊട്ടാണിക്കൽ ഗാർഡനിൽ ഇത്രയും ലക്ഷക്കണക്കിന് ചെടികളുടത്ത് ഒരു കരിയിലയോ ഒരു വേസ്റ്റോ എങ്ങും വീണ് കിടപ്പില്ല എന്നുള്ളതാണ് സത്യം അല്ലേ ജിഷ? നീറ്റ്നെസ് എന്ന് പറയുന്നത് നോക്കുമ്പോൾ 100-ന് 100 മാർക്കും കൊടുക്കും. ആ കണക്കിനാണ് അവർ ബൊട്ടാണിക്കൽ ഗാർഡൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ബൊട്ടാണിക്കൽ ഗാർഡൻ മാത്രമല്ല, തായ്ലൻഡിൻ്റെ എല്ലാ ഭാഗവും നീറ്റ്നെസ് ഗംഭീരം. നമുക്ക് മുമ്പിൽ മറ്റ് പല രാജ്യങ്ങളിൽ നിന്നുള്ള വാഹനങ്ങൾ സഞ്ചരിക്കുന്നുണ്ട്. അവർ ജുറാസിക് പാർക്ക് റീക്രിയേറ്റ് ചെയ്യാൻ തന്നെയാണ് ശ്രമിച്ചിരിക്കുന്നത്. പൈസ മുടക്കി പൈസ ഉണ്ടാക്കുന്ന ഒരു രാജ്യം തന്നെയാണ്. അവർ ധാരാളമായി ചെലവ് ചെയ്യുന്നുണ്ട്. സ്പെൻഡ് ചെയ്ത് ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ ഏറ്റവും ഗംഭീരമായി തന്നെ കാര്യങ്ങൾ ചെയ്യുന്നു. ഇത് ഇന്നലെയും കൊണ്ട് തുടങ്ങിയതല്ല. നമുക്ക് കാണാം, വർഷക്കണക്കിന് പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് ഇതെല്ലാം കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. കണ്ടോ എത്ര മനോഹരമായിട്ടാണ് അവർ ജുറാസിക് പാർക്ക് റീക്രിയേറ്റ് ചെയ്ത് റെഡിയാക്കിയിരിക്കുന്നത്. ഇതെല്ലാം ജുറാസിക് ഇറയിലുണ്ടായിരുന്ന
ദിനോസാറുകൾ തന്നെയാണ്. വെൽ സ്റ്റഡീഡ്. ഇതെല്ലാം റിയലിസ്റ്റിക്കായി തന്നെ കൺസ്ട്രക്ട് ചെയ്തിരിക്കുക. ഞങ്ങളുടെ ടീം ഇവിടെ സജ്ജമാണ്. എല്ലാവരും ദിനോസാറുകളെ കണ്ട് അന്തം വിട്ട് ഫോട്ടോ എടുക്കുക. ദിനോസാറുകളുടെ ശബ്ദം കേൾക്കാം. അത് അലറി വിളിക്കുന്ന ശബ്ദം കണ്ടോ. നമ്മളിതുവരെ പോകുമ്പം ഒരു ജുറാസിക് എയറയിലൂടെ സഞ്ചരിക്കുന്ന പ്രതീതിയാണ്. അതുപോലെ തന്നെ അത് ഒരു ബുദ്ധമതം സംസ്കാരവും ആ ട്രഡിഷനും ബുദ്ധൻ്റെ ആരാധനാലയങ്ങളും ഒക്കെ ഇവിടെ കാണാൻ പറ്റും. ബുദ്ധവിഹാരകൾ. Okay.两个人骑回来给一个20铢，就给强项组就可以了。给一个。ആന സഫാരി. ഇവിടെയാണ് ആനയെ കൊണ്ട് നിർത്തുന്നു, ആൾക്കാർ കയറുന്നു, ആനപ്പുറത്ത് ഒരു റൗണ്ട് അടിച്ചു വരുന്നു. എങ്ങനെയുണ്ടല്ലേ? കൊള്ളാം. തായ്ലൻഡ് ടൂറിസം.